ഈ വർഷം അതായത് 2025 കേരളത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ആനാപകടം നടന്ന സ്ഥലം ഏതാണെന്നറിയോ? അതാണ് നമ്മുടെ കൊയിലാണ്ടി. ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അപകടത്തിൽ മരണസംഖ്യ കൂടാനുള്ള കാരണം എന്താണ്? ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് മരണപ്പെട്ടതിൽ ഭൂരിഭാഗം ആൾക്കാരും. കൊയിലാണ്ടി ശ്രീ മനക്കുളങ്ങര ക്ഷേത്രത്തിലാണ് ആ ആന അപകടം നടന്നത്. അന്നത്തെ അപകടം ആൾക്കാരോടൊക്കെ മറന്നു പോയോ? കൊയിലാണ്ടി അതിനുശേഷം ആനയ്ക്കൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിന്. അതായത് ആന ഉണ്ടോയെന്ന് വെച്ചാൽ ആന ഉണ്ട്. പിന്നെ ആനയ്ക്ക് ഭയങ്കര സെക്യൂരിറ്റി, ആനേൻ്റെ ഇത്ര അകലത്തിൽ നിർത്തണം. ആൾക്കാരൊക്കെ വളരെ ദൂരത്താണ് പിന്നെ നിർത്തിയത്. കഴിഞ്ഞ തവണത്തെ പിഷാരികാവ് ഉത്സവത്തിനടക്കം. അതിനുശേഷം ഇവിടെ നടക്കുന്ന മെയിനായിട്ടുള്ള ഒരു ആന പരിപാടിയാണ് ഇന്നിവിടെ ഈ കർക്കിടക മാസത്തിൽ പിഷാരികാവിൽ നടത്തുന്ന ഈ ആനയൂട്ട്. ഇക്കൊല്ലം ആദ്യമൊക്കെ ഉത്സവത്തിനൊക്കെ ആനേനെ കാണുമ്പോൾ ഇവിടുത്തെ കൊയിലാണ്ടിയിലെ ആൾക്കാർക്കൊക്കെ അടുത്തേക്ക് പോകാനേ പേടിയായിരുന്നു. കാരണം അന്നത്തെ അപകടത്തിൻ്റെ ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊല്ലം ഒരു ആഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ എല്ലാവരോടും അതൊക്കെ മറന്നുപോയി. പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ മോനെ എടുത്തി ഒന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, ആനനൊന്ന് തൊട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് ഓടലാണ്. അന്ന് ആനേൻ്റെ അപകടത്തിൽ 3 വയസ്സായ സ്ത്രീകളാണ് മരിച്ചത്. ഈ ആനേൻ്റെ അടുത്ത് നിന്ന് ഓടി മാറാനുള്ള ആരോഗ്യമില്ലാത്തവരൊക്കെ ആനേൻ്റെ അടുത്തേക്ക് പോകുന്നത് തന്നെ ഭയങ്കര അപകടത്തെ വിളിച്ചു വരുത്തലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിഷാരികാവ് ക്ഷേത്രത്തിലെ ആനയൂട്ടിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ പിഷാരികാവ് ക്ഷേത്രത്തിലെ ആനയൂട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങളെ കൊയിലാണ്ടി കൊല്ലം ശ്രീ പിഷാരികാവ് ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നൊരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനെക്കാട്ടും വലിയൊരു ഉത്സവം കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നില്ല. എത്രമാനം ആൾക്കാരാണ് വരിക. കോഴിക്കോട് കണ്ണൂർ ഹൈവേയിൽ അതന്ന് ലിറ്ററലി ഫുള്ളായിട്ട് ക്ലോസ് ആക്കും. എന്ന് വെച്ചാൽ ബ്ലോക്കായിരിക്കും. വടകരയിൽ നിന്നും കൊയിലാണ്ടിൽ നിന്നൊക്കെ വണ്ടി തിരിച്ചു വിടും. അത്രയും ജനങ്ങളാണ് ഇങ്ങോട്ട് വന്ന് ഒഴുകുക, വടകര സൈഡിൽ നിന്നും കൊയിലാണ്ടി സൈഡിൽ നിന്നും. ഇവിടെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആനേനെ ഉത്സവത്തിന് കൊണ്ടുവരുന്ന ഒരു അമ്പലം. ആന എഴുന്നള്ളത്തിന് ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഈ ആനയൂട്ടിൻ്റെ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. കാരണം ഈ ആനയൂട്ടിന് ആനയെ ഹാപ്പി ആയിരിക്കും, കണ്ടിരിക്കുന്ന നമ്മളും ഹാപ്പി ആയിരിക്കും. കാരണം ആനയ്ക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കിട്ടുന്ന പരിപാടിയാണല്ലോ. ഞാനും അമ്മയും പെങ്ങളും ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ ആനയൂട്ട് കാണാൻ വന്നത്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത്യാവശ്യം പ്രചാരണം ഈ ആനയൂട്ടിന് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ആരും ഇല്ല കേട്ടോ. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. എന്നിട്ടും പിഷാരികാവിൽ ശനിയാഴ്ചയൊക്കെ അത്യാവശ്യം അല്ലാണ്ട് നല്ല ആൾക്കാരുണ്ടാകുന്ന അമ്പലമാണ്. ഇന്ന് തീരെ അമ്പലം അല്ലാണ്ട് ഉള്ളിലൊക്കെ കയറി തൊഴാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ആൾക്കാർ മൊത്തം ആനേൻ്റെ അടുത്താണ്. ആനേനെ കാണാനാണ് മിക്കവാറും ആൾക്കാർ വന്നത്. അതിൽ ഓരോ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലൊക്കെ ആന പങ്കെടുക്കുന്ന പരിപാടി വളരെ കുറവാണ്. ആന ഡേഞ്ചറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സേഫായിട്ട് കണ്ടിരിക്കുന്ന രസമുള്ള ഒരു സംഭവമല്ല ആന. എന്നുവെച്ചാൽ എല്ലാവർക്കും ആനേനൊരു കൗതുകം ഉണ്ടാവില്ലേ കാണാനുള്ള. അതൊരു സേഫായിട്ടുള്ള ഡിസ്റ്റൻസിൽ കാണാൻ നമുക്ക് പൊതുവേ നമ്മളെ ഈ മലബാർ ജില്ലകളിലേക്ക് അതിനൊരു അവസരം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആന അപകടങ്ങളും വളരെ കുറവാണ്. ഉള്ളതൊക്കെ തൃശ്ശൂർ, പാലക്കാട്, പിന്നെ തെക്കോട്ടൊക്കെ ഇല്ലേ. ഇന്നിവിടെ ആനയൂട്ടിനോടനുബന്ധിച്ച് ഒരു സംഗീത ഗാനാർച്ചന, കരോക്കെ ഗാനമേള, ഭക്തി ഗാനമേള എന്നൊക്കെ പറയാം, അതുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ അമ്പലത്തിൻ്റെ തൊട്ട മുന്നിൽ തന്നെയുള്ള ഒരു സ്റ്റേജിൽ. പക്ഷേ അതും കാണാൻ ആൾക്കാരില്ല. അതൊക്കെ എല്ലായിടത്തും കാണാലോ. ആനയൂട്ടാണ് മലബാറിലില്ലാത്തത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ വേറൊരു അമ്പലത്തിൽ ആനയൂട്ട് നടക്കുന്നുണ്ടോ? എൻ്റെ അറിവിലില്ല കേട്ടോ. കോഴിക്കോട് എന്നല്ല, കോഴിക്കോടും കണ്ണൂരൊന്നും ഇല്ല ആനയൂട്ട്. ശ്രീ വടക്കുന്നാഥൻ ആനയൂട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ ആനയൂട്ട് അടുത്തുനിന്ന് കാണാനുള്ള ഒരവസരം നമ്മൾ മലബാർ ജില്ലക്കാർക്കുണ്ടോ? ഇല്ല. അപ്പം ഈ എല്ലാം എന്നെ പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളൊക്കെ അത് മുന്നോട്ട് കയറി പോകുന്നതെന്നൊക്കെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞത് എന്താ, ഇത് ഓടി മാറാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ മാത്രം അതിൻ്റെ അടുത്ത് പോയി കാണുക. ആന വരുന്നതിനെ കൊണ്ട് തന്നെ ഇപ്പോൾ നിയമപ്രകാരം ആനേൻ്റെ 2 ആംബുലൻസ് ഇവിടെ നിർത്തിയിട്ടേക്ക്. ഒന്ന് എലിഫൻറ്റ് ഓണേഴ്സ് അസോസിയേഷനോ അങ്ങനെ എന്തോ കുന്നംകുളം മേഖലാ കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒരു സ്റ്റിക്കർ അടിച്ചൊരു ആംബുലൻസ് ഇവിടെ നിർത്തിയിട്ടേക്ക്. ഒന്ന് നമ്മളെ നോർമൽ സാധാ കൊയിലാണ്ടിയിട്ടുള്ള ഒരു ആംബുലൻസ് ഇവിടെ ഉണ്ട്. പടിഞ്ഞാറേ മഠം ശങ്കരൻ എന്നാണ് ഈ ആനേൻ്റെ പേര്. ഈ ആനേൻ്റെ വലത്തേ കണ്ണുണ്ടോ, അത് കണ്ണ് പോയതാണെന്നാണ് തോന്നുന്നത്. എന്താ പറ്റിയെന്നറിയില്ല. അറിയാത്ത കാര്യത്തിനെ പറ്റി വെറുതെ അപവാദം പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. പക്ഷെ മറ്റേ ആനേനെ കണ്ടോ, അത് കറക്റ്റാണ്. ഈ ആനേൻ്റെ കണ്ണിന് മാത്രം എന്തോ ഒരു പ്രശ്നമുണ്ട്. കണ്ണ് കാണാത്ത ആന, ഒരു കണ്ണ് കാണുന്ന ആനയാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് ചെറുപ്പക്കാർ വന്നിക്ക് ആനേനെ കാണാൻ. ചെറുപ്പക്കാരൊക്കെ മുന്നോട്ട് വരട്ടെ. കാരണം ആന അഥവാ ഇറങ്ങി ഓടിയാലും ചെറുപ്പക്കാർക്ക് ഓടി രക്ഷപ്പെടാമല്ലോ. ചെറിയ കുട്ടികളൊന്നും കൊണ്ട് ഈ ആനേൻ്റെ അടുത്തേക്ക് പോകാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്കും പ്രായമില്ലെന്ന് വെച്ചാൽ നമുക്ക് പ്രായം അടങ്ങി വീട്ടിലിരിക്കുക തന്നെ. ആനയ്ക്കിന്ന് കൊടുക്കാനുള്ള ഭക്ഷണ സാമഗ്രികളാണ് കേട്ടോ ഇതൊക്കെ. കൈതച്ചക്കുണ്ട്, വത്തക്കുണ്ട്, ചെറിയ പഴമുണ്ട്, പിന്നെ ചോറ് 3 ആൾ ഇരുന്നിട്ട് 2 കൈ കൊണ്ടും കൂടി ഇങ്ങനെ വലിയ ഉരുട്ടയൊക്കെ എടുക്കുകയാണ്. കാരണം ഇത് കൊടുക്കുന്ന ആനയ്ക്കില്ലേ, ആനയ്ക്കിത് അറിയണ്ടേ. ആനേൻ്റെ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി പോലെ നമ്മളൊക്കെ ചോറ് കൊടുക്കുന്നവരെ കൊടുത്താൽ. അതുകൊണ്ട് വലിയ ഉരുട്ടയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആനേൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇടത്തുനിന്നുള്ള ഓർഡറിൽ ആനേൻ്റെ പേര് പറയട്ടോ. ആദ്യത്തെ ആനേൻ്റെ പേരാണ് പടിഞ്ഞാറേ മഠം ശങ്കരൻ, രണ്ടാമത് ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ, മൂന്നാമത് ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ, നാലാമത് വെളുത്തിട്ട് പാറിക്കുന്ന ആനേൻ്റെ പേരാണ് കടയക്കച്ചാലിൽ ഗണേശൻ, അഞ്ചാമത്തെ ആനേൻ്റെ പേരാണ് ത്രിവിഷ്ടപം ഗോപി കണ്ണൻ.
എനിക്ക് ചെറുപ്പം മുതലേ ആനേനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനൊരു സാധു മൃഗത്തിനെ ഇങ്ങനെ, അതൊരു ക്രൂരത തന്നെയല്ലേ. ഏതെങ്കിലും ദൈവം പറയൂ എൻ്റെ തിടമ്പ് ഇങ്ങനെ ഒരു ആനേനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി ഈ പൊരി വെയിലത്ത് ഈ ടാറിട്ട റോട്ടുമ്പോൾ കൂടെയൊക്കെ നടത്തിക്കണമെന്നോ, ഈ ചെണ്ടേൻ്റെയൊക്കെ ചൂടും പുകേനെ നടുക്ക് നിർത്തണമെന്നോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദൈവം അങ്ങനെ പറയില്ല. പിന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് കാണാൻ ആനയെ ഇനി വളർത്തുന്ന ആനകളെ ഇനി തിരിച്ച് കാട്ടിലേക്ക് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ആന വിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ആനയ്ക്കും വലിയ തട്ടില്ലാത്ത നൈസ് പരിപാടികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലാണ്ട്. ഞാനും ഇത് അമ്മയും പെങ്ങളൊക്കെ കണ്ടിട്ടോ, ഞാൻ പറഞ്ഞ് ഓടാൻ കഴിയാൻ മുന്നോട്ട് നിന്നാൽ മതി, അല്ലേ വയ്യോട്ടുന്നോ. ഭക്ഷണം കൊടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ ആനയൊക്കെ ഹാപ്പി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഭക്ഷണം കൊടുത്തു തുടങ്ങിട്ടോ ആനയ്ക്ക്. ഫ്രൂട്ട്സും അങ്ങനെ ഇതും. ഫസ്റ്റ് നിൽക്കുന്ന ആ ഗോപി കണ്ണന് നല്ല കുശാല. അപ്പോൾ എടുക്കുന്ന എല്ലാവരും ആദ്യം അതിനെ കൊടുത്ത് ലാസ്റ്റിലേക്കൊക്കെ അങ്ങനെ കിട്ടാണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞു ഇവിടെ കൊടുക്കില്ല, അങ്ങോട്ട് കൊടു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ലാസ്റ്റിലേക്കൊക്കെ കിട്ടാൻ തുടങ്ങി. ആന ഒരു കാട്ടിൽ ജീവിക്കുന്ന ജീവിയാണെന്നും അതിനെങ്ങനെ മെരുക്കി എടുത്തതാണെന്നും എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ആ കാട്ടിലുള്ള സ്വഭാവം, അതായത് വന്യ സ്വഭാവം, ബുദ്ധിയില്ലാത്ത ജീവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഇത്ര പോകുന്ന മനുഷ്യനെ അനുസരിച്ച് നിൽക്കുന്ന അതിൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ബുദ്ധിയില്ലായ്മ എന്തൊക്കെ വിശ്വാസത്തിൻ്റെ പുറത്താണെങ്കിൽ ഇങ്ങനെ നിർത്തിയാലും അതിടയ്ക്ക് കാണിക്കും. അത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ ആനപകടങ്ങൾ എല്ലായിടത്തും കുറയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ എഴുന്നള്ളത്തിനെ പറ്റി പറഞ്ഞ കാര്യത്തിലൊക്കെ പലർക്കും എന്നോട് എതിർപ്പുണ്ടാവും. ഞാൻ പറഞ്ഞതൊക്കെ പൂർണ്ണമായി ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, എനിക്ക് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ പിശാരിക ആനയൂട്ടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.